നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം ഒഴിവാക്കിക്കൊണ്ടുള്ള കോടതി വിധി പൊതുസമൂഹത്തിലും സിനിമാ മേഖലയിലും വലിയ പ്രതികരണങ്ങൾക്കാണ് തിരികൊളുത്തിയത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവിച്ചത്. കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി അടക്കമുള്ള 6 പ്രതികളെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു. വിധി പ്രസ്താവനത്തിന് പിന്നാലെ തന്നെ തനിക്കെതിരെ നടന്നത് ക്രിമിനൽ ഗൂഢാലോചനയാണ് എന്നായിരുന്നു ദിലീപിന്റെ പ്രതികരണം. സാമൂഹ്യ മാധ്യമങ്ങൾ അതിജീവിതയ്ക്ക് പിന്തുണയുമായി അവൾക്കൊപ്പമാണ്. എന്നാൽ ചില കോണുകളിൽ നിന്നും ദിലീപിന് നീതി കിട്ടിയെന്ന് പൊതുസമൂഹത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതിൽ കേരളം ഇത് ചർച്ച ചെയ്തത് UDF കൺവീനറും ആറ്റിങ്ങൽ MP-യുമായ അടൂർ പ്രകാശിന്റെ പരാമർശമായിരുന്നു. ഡീകോഡ് വിശദമായി തന്നെ പരിശോധിക്കുകയാണ് ഈ വിഷയം. അതിനു മുൻപ് ദിലീപിന്റെ ആരോപണം തള്ളി മുഖ്യമന്ത്രി രംഗത്ത് വന്നുള്ള കാര്യമാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ തന്നെ കുടുക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന ദിലീപിന്റെ ആരോപണം മുഖ്യമന്ത്രി തള്ളി. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമുക്കിനി കേൾക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് മനസ്സിലാകാത്ത കാര്യമാണ്. പോലീസിന്റെ മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങൾ നീക്കുന്നത്. തെളിവുകൾ മുന്നിൽ വരുമ്പോൾ പോലീസിന്റേതായ നടപടികൾ സ്വീകരിച്ചു പോകും. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ദിലീപിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അതായത് നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ദിലീപ് പറഞ്ഞത്. ഇന്ന് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന ദ ഹിന്ദു പത്രത്തിന് ദിലീപ് അഭിമുഖം നൽകുകയും ആ അഭിമുഖത്തിൽ ദിലീപ് പറയുകയും ചെയ്തു. കോടതി ഉത്തരവിനായി കാത്തിരിക്കുകയാണ് എന്നും ദിലീപ് പറഞ്ഞു. 6 പ്രതികളെ അറസ്റ്റ് ചെയ്ത ശേഷം കേസിൽ ഗൂഢാലോചന ഇല്ല എന്ന് അന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ്. ഇതിനുശേഷം മുഖ്യമന്ത്രിയെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചു. തന്നെയും കുടുംബത്തെയും സാമൂഹികമായി ഒറ്റപ്പെടുത്താൻ ശ്രമം നടന്നുവെന്നും ഇതെല്ലാം സർക്കാർ അന്വേഷിക്കണമെന്നും ദിലീപ് ദ ഹിന്ദുവിലെ അഭിമുഖത്തിൽ പറഞ്ഞു. ഈ സംഭവത്തിന് ശേഷം, അതായത് ഇന്നലെ കോടതി വിധിക്ക് ശേഷം ദിലീപ് ഒരു അഭിമുഖം ആദ്യമായി നൽകുന്നത് ദ ഹിന്ദുവിലാണ്. ദ ഹിന്ദുവിൽ ഇന്ന് വിശദമായി തന്നെ ദിലീപിന്റെ അഭിമുഖം കൊടുക്കുകയും ചെയ്തു. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ സാക്ഷികളിൽ ഒരാളായിരുന്നു സംവിധായകനായ ലാൽ ഇന്ന് ഈ വിധിയുമായി പറഞ്ഞത് വിധിയിൽ സന്തോഷവാനാണെന്നും ഗൂഢാലോചന പിന്നീട് ഉയർന്നു വന്ന വിഷയമാണെന്നും ലാലു പ്രതികരിച്ചു. ലാലിന്റെ പ്രതികരണത്തിലേക്ക്. ഇന്നലെ വിധി വന്നു, അവർ ശിക്ഷിക്കപ്പെടുന്നു. അവർക്ക് എത്ര കണ്ടിട്ട് ശിക്ഷ കിട്ടുമെന്ന് എനിക്കറിയില്ല. അത് വിധിന്യായം വരണം. എന്താണെങ്കിലും അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിധിയിൽ ഞാൻ സന്തോഷവാനാണ്. പിന്നെ ഈ ഗൂഢാലോചനയുടെ കാര്യത്തിൽ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വശത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ, ഈ കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വശത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്ന് ആ കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ബെഹ്റ സാറിനെ ഫോൺ ചെയ്ത് ഇവരറിയിക്കുന്നത് ഞാനാണ്. അല്ലാതെ അത് PT തോമസ് ഒന്നുമല്ല, ഞാനാണ് വിളിച്ചു പറഞ്ഞത്. അതിനൊക്കെ ശേഷമാണ് PT തോമസും കാര്യങ്ങളൊക്കെ വന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കപ്പോഴോ PT തോമസ് സാറ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവറെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം, അവന് നല്ല പെയിനുണ്ട്, അല്ലെങ്കിൽ കുഴപ്പമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് നിൽക്കട്ടെ, എനിക്ക് അവന് സംശയമുണ്ട്, എന്തോ അവൻ്റെ അഭിനയം ശരിയല്ല, ഞാൻ നടനായതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല, അഭിനയം ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. അതിനുശേഷമാണ് ഒരു നോർത്ത് ഇന്ത്യൻ ഓഫീസർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോടും പറഞ്ഞപ്പോഴാണ് അവനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയത്. അത് ഞാൻ ചെയ്തൊരു വലിയ കാര്യമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് കേരളത്തിന്റെ ഒരു MP, UDFന്റെ കൺവീനർ അടൂർ പ്രകാശിന്റെ പരാമർശമാണ്. ദിലീപിനെ പിന്തുണച്ചുള്ള പരാമർശത്തിൽ മലക്കമറിഞ്ഞിരിക്കുകയാണ് UDF കൺവീനർ അടൂർ പ്രകാശ്. വാക്കുകൾ വളച്ചൊടിച്ചതാണ് എന്നും താൻ അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് എന്ന് അദ്ദേഹം പിന്നീട് വിശദീകരിക്കുകയും ചെയ്തു. KPCC നേതൃത്വം അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് അടൂർ പ്രകാശിന്റെ നിലപാട് മാറ്റം. അടൂർ പ്രകാശിന്റെ ആ 2 പ്രതികരണങ്ങളും നമുക്ക് കാണാം. നടി എന്നുള്ള നിലയിൽ ആ കുട്ടിയോടൊപ്പം ഒക്കെയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും കിട്ടണം. ഇപ്പോൾ ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. സർക്കാർ അല്ലെങ്കിലും അപ്പീലിൽ പോകുമല്ലോ, സർക്കാരിൻ്റെ വേറെ ഒരു ജോലിയില്ലല്ലോ. ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ നിങ്ങൾ വളച്ചൊടിച്ച് അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തേണ്ട. അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം
രാവിലെ പറഞ്ഞ എൻ്റെ പ്രതികരണത്തിൽ ഞാനത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, അടൂർ പ്രകാശിന്റെ 2 പ്രതികരണവും നമ്മൾ കണ്ടു. അടൂർ പ്രകാശിന്റെ ഈ പ്രതികരണം വന്നതിന് ശേഷം വിവിധ മേഖലകളിൽ നിന്ന് വലിയ തരത്തിൽ വിമർശനം ഉയരുകയും ചെയ്തു. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് രാജ്മോഹൻ ഉണ്ണിത്താൻ MP യുടെ പ്രതികരണം തന്നെയാണ്. അടൂർ പ്രകാശിന്റെ പരാമർശത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വിമർശനം ഉന്നയിച്ചത്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഈ കേസിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നതായിട്ടാണ് പലർക്കും തോന്നിയിട്ടുള്ളത്. എന്തായാലും കേരളത്തിലെ പൊതുജന സമൂഹം അതിജീവിതമാരോടൊപ്പമാണ്. കോൺഗ്രസ് അതിൽ നിന്ന് വിഭിന്നമായ വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഈ സ്ഥാനമാനങ്ങൾ ഇരിക്കുന്നവർ ഒരിക്കലും വ്യക്തിപരമായ അഭിപ്രായം രേഖപ്പെടുത്താൻ പാടില്ല. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ ഇരിക്കുന്നവർക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സ്വന്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ അവർക്ക് അത് ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടവരോട് രേഖപ്പെടുത്താം. അതേസമയം ഉത്തരവാദിത്തപ്പെട്ട ഔദ്യോഗിക സ്ഥാനങ്ങൾ ഇരിക്കുന്നവർ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായി ജനങ്ങൾ അത് തെറ്റിദ്ധരിക്കപ്പെടും. ഇത് മുന്നണിയുടെ അഭിപ്രായമാണോ പാർട്ടിയുടെ അഭിപ്രായമാണോ? ഇത് മുന്നണിയുടെ അഭിപ്രായമല്ല, പാർട്ടിയുടെ അഭിപ്രായമല്ല. പാർട്ടിക്കും മുന്നണിക്കും ഒരൊറ്റ അഭിപ്രായമാണുള്ളത്. ഞങ്ങൾ അതിജീവിതയോടൊപ്പമാണ്. അതിനപ്പുറം ആരെന്ത് പറഞ്ഞാലും അത് വ്യക്തിപരമായ അഭിപ്രായമാണ്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ വ്യക്തിപരമായ അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ അവരിരിക്കുന്ന ആ പദവിക്ക് പോലും ക്ഷീണമാണ്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം കോൺഗ്രസ് പാളയത്തിൽ നിന്ന് ഉള്ളിൽ തന്നെ അടൂർ പ്രകാശിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത് തന്നെയായിരുന്നു. അതേസമയം മുഖ്യമന്ത്രിയും അടൂർ പ്രകാശിനെതിരെ രംഗത്ത് വന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്: അടൂർ പ്രകാശിന്റെ സമീപനം നാടിന്റെ പൊതുവികാരത്തിന് എതിരാണ് എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് കണ്ണൂരിൽ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം നമുക്ക് ഒരിക്കൽ കൂടി കാണാം. UDF കൺവീനറുടെ UDF രാഷ്ട്രീയം വെച്ചുള്ള നിലപാടാണത്. നമ്മളെ പൊതുസമൂഹമൊന്നും അത്തരമൊരു പൊതുവിലയിരുത്തലാണ് എന്ന് തോന്നുന്നില്ല. പൊതുസമൂഹം ഈ കാര്യങ്ങളിൽ എല്ലാ ഘട്ടത്തിലും അതിജീവിതക്കൊപ്പം നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. നയപരമായ പരിശോധനകൾ നടന്നു, അതിനുശേഷം ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഈ പ്രതികരണങ്ങൾക്കപ്പുറം സിനിമാ മേഖലയിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായി ഇന്ന്. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണമായിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നതിന് പിന്നാലെ ദിലീപിനെ സിനിമാ സംഘടനകൾക്ക് തിരിച്ചെടുക്കാനുള്ള നീക്കത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമായിരുന്നു. ഫെഫ്കയിൽ നിന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി രാജിവെക്കുകയും ചെയ്തു. ദിലീപിന് അനുകൂലമായ പരാമർശം നടത്തിയ UDF കൺവീനർ അടൂർ പ്രകാശിനെ രൂക്ഷമായ ഭാഷയിലാണ് ഭാഗ്യലക്ഷ്മി വിമർശിച്ചത്. ഭാഗ്യലക്ഷ്മിയുടെ ആ വിമർശനം നമുക്ക് കേൾക്കാം. ദിലീപിന് നീതി കിട്ടി എന്ന് പറയുന്ന UDFന്റെ കൺവീനർ UDF ഭരണത്തിൽ വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കുമോ സ്ത്രീകൾക്ക് നീതി തരാൻ പോകുന്നത്? അതായത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിലും സമൂഹത്തിലും സമ്പത്തിലും സ്വാധീനമുള്ളവരെല്ലാവരും അയാളോടൊപ്പമാണ്. സംഘടനകളിലും എല്ലാം അയാളോടൊപ്പമാണ് അവരെല്ലാവരും നിൽക്കുന്നത്. പല കടമ്പകളുമുണ്ട്. ഇതെല്ലാം കടന്നിട്ട് മാത്രമേ അയാളെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് പറയാൻ പാടുള്ളൂ. സാധാരണ എല്ലാ കാര്യത്തിലും വളരെ നിയമം നോക്കി സംസാരിക്കുന്ന ഒരാളാണ് ഫെഫ്ക ജനറൽ സെക്രട്ടറി. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ഒരു ആവേശം അത് ഞാൻ കണ്ടു. ഫെഫ്കയാവട്ടെ, നിർമ്മാതാക്കളുടെ ഇവരാരും അവളെ ഒന്ന് അന്വേഷിച്ചു പോവുകയോ ഞങ്ങളുണ്ട് നിന്നോടൊപ്പം എന്ന് സ്ത്രീകൾ പോലും അവളോടൊപ്പം നിന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു വലിയ പ്രതിഷേധമാണ്. വലിയ തരത്തിലുള്ള പ്രതിഷേധം ആ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. അതൊപ്പം തന്നെ അതിജീവിതയ്ക്ക് നീതി വേണമെന്ന് ആസിഫ് അലി പറയുകയും ചെയ്തു. അതായത് നടിയാക്രമിച്ച കേസിൽ ആരെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്നല്ല, അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്നാണ് തന്റെ നിലപാടെന്നാണ് ആസിഫ് അലി പറയുന്നത്. ആസിഫ് അലി പറയുന്നത് ഇങ്ങനെയാണ്: ഏത് സമയത്തും അതിജീവിതരോടൊപ്പം തന്നെയാണ്. തീർച്ചയായും പിന്തുണയുണ്ട്. ഇപ്പം ശിക്ഷയെക്കുറിച്ചോ അല്ലെങ്കിൽ വിധിയെക്കുറിച്ചോ ഒന്നും അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാൻ. ആരോപിതനായ സമയത്ത് അദ്ദേഹത്തിന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു കോടതി വിധി വരുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ലേ എല്ലാ സംഘടനകളും ചെയ്യേണ്ടത്. അപ്പോൾ ഏകപക്ഷമായ ഒരു തീരുമാനം ആർക്കെതിരെയും എടുത്തിട്ടില്ല. ആസിഫ് അലിയുടെ പ്രതികരണം നമ്മൾ കണ്ടു. മറ്റൊന്ന്, കോടതി വിധിയെ മാനിക്കാതിരിക്കാൻ പറ്റുമോ എന്നായിരുന്നു നടനും MLA യുമായ M. മുകേഷ് MLA യുടെ പ്രതികരണം. മുകേഷിന്റെ വാക്കുകളിലേക്ക്.
കുറ്റക്കാരനല്ലാതെ ഒരു നിരപരാധിയെ പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഒരു നിരപരാധി പോലും ഒരു ശിക്ഷയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ്. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. നിരപരാധിയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. യെസ്, സംഘടനകൾ അമിതാവകാശം കാട്ടിയെന്നാണ് മറ്റൊരു കോണിൽ നിന്നുയർന്ന വിമർശനം. അതായത് ദിലീപിനെ തിരിച്ചെടുക്കാൻ സിനിമാ സംഘടനകൾ അമിതാവേശം കാട്ടിയെന്നാണ് സംവിധായകന്റെ വിനയൻ പരാമർശിച്ചത്. വിനയന്റെ ആ വാക്കുകൾ നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. സിനിമാ സംഘടനകള് അന്ന് അദ്ദേഹത്തെ പുറത്താക്കിയെങ്കിൽ ഇന്ന് നിയമപരമായിട്ട് അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നതിനൊന്നും ഒരു നിയമപരമായിട്ട് കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ എനിക്ക് തോന്നിയത് ഇന്നലെ വിധി വന്നിട്ട് അതിന്റെ ജഡ്ജ്മെന്റ് പോലും വരുന്നതിന് മുമ്പ് ഒരു ആവേശം സിനിമാ സംഘടനാ നേതാക്കന്മാർ കാണിക്കുന്നത് ഈ സംഘടനാ നേതാക്കന്മാരുടെ ഉള്ളിലിരിപ്പ് സ്ത്രീപക്ഷമാണോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അവർക്കൊരു നിഷ്പക്ഷതയാണോ എന്നൊക്കെ ഒരു തോന്നലുണ്ടാകും. അതിനുള്ള ടൈമുണ്ടല്ലോ. ഒരു അമിതാവേശം അക്കാര്യത്തിൽ കാണിക്കേണ്ട കാര്യമില്ല. ദിലീപിനെ വെറുതെ വിട്ടെങ്കിൽ അവർക്ക് തിരിച്ചെടുക്കാം. പക്ഷെ അത് ജഡ്ജ്മെന്റ് പോലും വരുന്നതിന് മുമ്പ് അങ്ങനെ കയറി പറയേണ്ടിയിരുന്നോന്ന് എനിക്ക് തോന്നലുണ്ട്. നടിയെ ആക്രമിച്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമസ്ത മേഖലകളിൽ നിന്നുള്ള പ്രതികരണങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.